ഓക്കെ, അപ്പൊ വേരിയബിൾസ് കാണിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇക്വേഷൻസ് കാണിക്കുന്നത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ്. ഇപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് എന്നതിനെയാണ് ആ ഈക്വൽ ടു സൈൻ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ 2x ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം x ഈക്വൽ ടു 3 ആണ്. അപ്പൊ അതായത് ആ ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 2xും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 6ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 2നെ ഏതോ ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്നൊരു ആൻസർ നമുക്ക് കിട്ടണം. അപ്പോൾ എക്സിന്റെ വാല്യൂ ഒബ്വിയസ്ലി എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാത്രമേ നമുക്ക് 6 കിട്ടത്തുള്ളൂ. അപ്പൊ 2x ഈക്വൽ ടു 6 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 2xും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 6ഉം സെയിം ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് 2നെ നമ്മൾ ഏതോ ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പം ഒരു ഇക്വേഷൻ ഉള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് 2x ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഒക്കെ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ ഈ സ്ലൈഡ്? അടുത്തിലേക്ക് പോവാം. ഇക്വേഷൻസിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതുകൊണ്ട് എഴുതിയെടുക്കണം. ഇക്വേഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷണൽ ഇക്വേഷൻ, ബിഹേവിയറൽ ഇക്വേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഡെഫിനിഷണൽ ഇക്വേഷൻ, ബിഹേവിയറൽ ഇക്വേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ 3 എണ്ണം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഡെഫിനിഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡെഫിനിഷനെ കാണിക്കുന്നു. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഉത്തരം കിട്ടും. എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പൈ ഈക്വൽ ടു ആർ മൈനസ് സി. പൈ എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെപ്രസെന്റേഷനാ? പൈ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന? പ്രോഫിറ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് പൈ. അപ്പൊ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആർ എസ് റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മളുടെ റവന്യൂവിൽ നിന്ന് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ റവന്യൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടുന്ന റവന്യൂ 100,000 ആണ്. അതിന് എനിക്ക് കോസ്റ്റ് 500 ആണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 1000 മൈനസ് 500 ഈക്വൽ ടു 500 ആയിരിക്കും എന്റെ പ്രോഫിറ്റ്. അപ്പൊ ഞാൻ വേറെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്താലും എനിക്ക് 500 തന്നെ കിട്ടും. അതാണ് ഡെഫിനിഷണൽ ഇക്വേഷൻ. അതായത് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എക്സാക്ട്ലി സെയിം മീനിങ് ആണ്. ആർ മൈനസ് സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റവന്യൂ മൈനസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് സെയിം ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡെഫിനിഷണൽ ഇക്വേഷൻ. ഓക്കെ, ഡെഫിനിഷണൽ ഇക്വേഷൻ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും സെയിം മീനിങ് വരുന്നതാണ് ഡെഫിനിഷണൽ ഇക്വേഷൻ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തത് ബിഹേവിയറൽ ഇക്വേഷൻ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം. അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റേ വേരിയബിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ബിഹേവിയറൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് പറയുന്ന എന്തോ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ റെക്കോർഡിംഗ് അയച്ചു കൊടുത്തോളാം. പിന്നെ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ക്ലാസ് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇത് ഇനീഷ്യൽ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കുറെ നേരം ഇതിനെപ്പറ്റി തന്നെ പറയുന്നു. ഇതില് y എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളും സി എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബിഹേവിയർ, അതായത് y എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് സി എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബിഹേവിയറൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനോട് മറ്റൊരു വേരിയബിൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ബിഹേവിയറൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ബിഹേവിയറൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. യൂഷ്വലി നമ്മളുടെ എക്കണോമിക്സിൽ നമ്മൾ പറയാറുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസ് രണ്ടും
സെയിം ആണ്. സേവിങ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്, അതുപോലുള്ള ഇക്വിലിബ്രിയം, ഒരു ഇക്കോണമിയിലെ ഇക്വിലിബ്രിയത്തിനെ, രണ്ടും തമ്മിലുള്ള ഈക്വാലിറ്റി, ഇക്വിലിബ്രിയത്തിനെ കാണിക്കുന്ന ഇക്വേഷൻസിനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഈ 3 ഇക്വേഷൻസും ഇക്വേഷൻ എന്ന ഒറ്റ പേരിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ടെങ്കിലും ഇതിനെ ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 2 മാർക്ക് ഒക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇക്വേഷൻ എന്താന്ന് മാത്രം എഴുതാതെ ഇങ്ങനെ ഒരു 3 ക്ലാസിഫിക്കേഷനും കൂടെ കൊടുത്താൽ ആ പേപ്പറിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എഴുതിയെടുത്തല്ലോ അല്ലെ? മനസ്സിലായല്ലോ ഇത് 3 എന്താന്ന്? ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒന്നുകൂടെ പറയാവോ? അതായത് നമ്മൾ എക്കണോമിക്സിലൊക്കെ ഓരോ ഇക്വിലിബ്രിയം പറയില്ലേ, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വാലിറ്റി, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്, അല്ലെങ്കിൽ എന്താ നമ്മളുടെ നമ്മള് ഇപ്പൊ പ്രൊഡ്യൂസർ സൈഡും നമ്മളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ടാൻജന്റ് ടു ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കെ പറയില്ലേ, അതുപോലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒക്കെ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിട്ട് മാറും. ഇതില് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാരും? അടുത്തയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് ഇനി ഇക്വേഷൻസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിഗ്രി ഓഫ് ഇക്വേഷൻ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ എഴുതാം. ഒരു മിനിറ്റ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഡിഗ്രി ഓഫ് ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താ ഡിഗ്രി ഓഫ് ഇക്വേഷൻ? നിങ്ങൾ കോളേജിൽ പഠിച്ചു കാണുമായിരിക്കും. ഡിഗ്രി ഓഫ് ഇക്വേഷൻ, ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിലുള്ള വേരിയബിൾസിൽ വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ആ പെർട്ടിക്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് 3x² + 4x + 2 = 0 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിലെ വേരിയബിൾ ഏതാ വേരിയബിള്? എക്സ് ആണ് ഇതിലെ വേരിയബിൾ. എക്സിന്റെ ഹയസ്റ്റ് പവർ ഏതാ? ഇതില് ഒരു വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് x⁻1 ആവാം, x⁻2 ആവാം. x⁻0 എന്ന് പറഞ്ഞൊരു പവർ ഉണ്ടെങ്കിൽ x⁻0ന്റെ വാല്യൂ 1 ആണ് കേട്ടോ. x⁻0യുടെ വാല്യൂ 1 ആണ്, മറന്നു പോകരുത്. അപ്പൊ നമ്മളിപ്പോ 2, ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് എഴുതിയെന്ന് വിചാരിക്കുക. 2ന്റെ പവർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2ന്റെ പവർ അല്ലെങ്കിൽ 2ന്റെ ഡിഗ്രി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × x⁻0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഇതിന്റെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ എഴുതണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി 0 ആണ്. കാരണം ഇത് 2 × x⁻0 തുല്യമാണ്. x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മൾ 2 × 1 ചെയ്യുമ്പോൾ നമുക്ക് 2 തന്നെ കിട്ടും. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ്, ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി 0 ആണ്. കാരണം ഇതിന്റെ വേരിയബിളിന്റെ ഡിഗ്രി ആണ് നമ്മൾ നോക്കുന്നത്. വേരിയബിളിന്റെ പവർ ആണ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. 2ന്റെ കൂടെയുള്ള 2 എന്ന് പറഞ്ഞ് മാത്രം എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വേരിയബിൾ ഉണ്ടോ? 2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വേരിയബിൾ ഉണ്ടോ?
ഉണ്ടോ? ഇല്ല. ഉണ്ടോ? വേരിയബിൾ ഇല്ല. അപ്പൊ നമ്മൾ ഒരു വേരിയബിളിന് ഇട്ട് കൊടുക്കും. പക്ഷെ നമുക്ക് എക്സ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. എക്സ് റേസ് ടു 0 ഇട്ട് കൊടുക്കണം. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാ? എക്സ് റേസ് ടു 0യുടെ വാല്യൂ 0. എക്സ് റേസ് ടു 0യുടെ വാല്യൂ എത്ര? എവിടെ എഴുതിയിട്ടുണ്ടല്ലോ, മറന്നു പോകരുത്. എക്സ് റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ 2 into 1 ചെയ്യുമ്പോൾ 2ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഇവിടെ എക്സ് റേസ് ടു 0 ഇട്ട് കൊടുത്തത്. അപ്പൊ 2ന്റെ പവർ എത്ര, അല്ലെങ്കിൽ 2ന്റെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ് അതിന്റെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഡിഗ്രി ഓഫ് ഇക്വേഷൻ 0 ആണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് സാധാരണ ഉള്ള ഡിഗ്രി ഓഫ് ഇക്വേഷൻ പഠിക്കാം. ഡിഗ്രി ഓഫ് ഇക്വേഷൻ ഓഫ് 3x² plus 2x plus 3 equal to 0. ഇതിന്റെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വേരിയബിൾ ഏതാ? എക്സ് ആണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണോ അതാണ് ഈ ഇക്വേഷന്റെ ഡിഗ്രി. അപ്പൊ ഈ ഇക്വേഷന്റെ ഡിഗ്രി എത്രയാ? ഡിഗ്രി ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈക്വൽ ടു 2. കാരണം ഇവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ 2 ആണ്. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. അപ്പൊ എക്സിന്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് ഒരു ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ ഇക്വേഷനിലെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 2. ഓക്കെ. ഇനി അതുപോലെ തന്നെ 4x³ minus 3x² plus 2x plus 4 equal to 0. ഇതിൽ ഡിഗ്രി ഓഫ് ഇക്വേഷൻ എത്രയാ? 3. ഡിഗ്രി ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു 3 ആണ്. കാരണം ഇതില് വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് ഇവിടെയാണ്, 3 ആണ്. ഇനി ഇതിലെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ എത്രയാ? 2. ഡിഗ്രി ഓഫ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 2. കാരണം -3 എന്ന് പറയുന്നത് 2വിനേക്കാളും ചെറുതാണ്. ഇതിൽ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഇക്വേഷൻ 2 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അത് എഴുതിക്കോ. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. Find the degree of the following equations. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദി ഇക്വേഷനിലെ 3 ക്വസ്റ്റ്യൻസ് ഇതാണ്. പിന്നെ ഓക്കെ, മിസ് 2 minus 4² ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യനാ? സെക്കൻഡ്. 2 minus y² minus y³ plus 2y raised to 8. y ആണ്. ഇനി അടുത്തത് 5x³ plus 4x² plus 7x. നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തത് 4 minus y². ആറാമത്തത് 3. ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഡിഗ്രി ഓഫ് ഇക്വേഷൻ എത്രയാ ക്രിസ്റ്റീന? 4 കറക്റ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എത്രയാ പ്രണവേ? 8 കറക്റ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ അൽബീറ്റ? 0. നാലാമത്തെ ക്വസ്റ്റ്യന്റെ എത്രയാ അൽക്ക? 3 കറക്റ്റ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ക്രിസ്റ്റീന? 2. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യന്റെ പ്രണവേ? 0. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ കോളേജിൽ പഠിച്ചതായതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അപ്പം ഇനി ഡിഗ്രി ഓഫ് ഇക്വേഷൻ അനുസരിച്ച് ഇക്വേഷൻസിനെ നമ്മൾ പല പേരിട്ട് വിളിക്കാറുണ്ട്.
ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക 2x + 4 = 0. ഇതിന്റെ ഡിഗ്രി എത്രയാ? ഇതിന്റെ ഡിഗ്രി എത്രയാ? 1 ആണ്. ഡിഗ്രി ഓഫ് ഇക്വേഷൻ 1 ആണ്. ഇവിടെ എക്സിന്റെ പവർ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഇക്വേഷൻ 1 ആണ്. ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരുണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇതിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ ഇക്വേഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. 2x + 4 ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇതിന്റെ ഡിഗ്രി 1 ആണ്. ഫസ്റ്റ് ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇതിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി അടുത്തത് ഇതിന്റെ ഡിഗ്രി എത്രയാ? ഡിഗ്രി 2 ആണ്. ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Q ആണ് കേട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി അടുത്ത ഇക്വേഷൻ 9x³ - 3x² + 4x - 6 = 0. ഇതിന്റെ ഡിഗ്രി എത്രയാ? ഡിഗ്രി 3 ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് ഇക്വേഷൻ ഓർ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ അങ്ങനെ ഡിഗ്രിക്ക് അനുസരിച്ച് നമ്മൾ ഇക്വേഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ. ഓക്കെ. ഇനി ഈ ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലീനിയർ ഇക്വേഷനിലെ എക്സിന് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലീനിയർ ഇക്വേഷനിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റൂട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ എക്സിന്റെ വാല്യൂവിനെയാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എക്സിന്റെ വാല്യൂ, അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ, എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 × that value + 4 എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടണം. അപ്പോ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ ആകെ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ലീനിയർ ഇക്വേഷന്റെ പ്രത്യേകതയാണ് ലീനിയർ ഇക്വേഷന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റൂട്ട് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുമ്പം അതിന് 2 റൂട്ട്സ് അല്ലെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. 2 റൂട്ട്സ് അല്ലെങ്കിൽ 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എക്സിന് അവിടെ 2 വാല്യൂ വരും. എക്സിന് നമുക്ക് 2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിന് 2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് രണ്ടും ഇട്ട് കൊടുക്കുമ്പോഴും ഈ ഇക്വേഷനെ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെയ്ത് പഠിക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇനി മൂന്നാമത്തത് നമ്മളുടെ ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷൻ അപ്പൊ എത്ര ഉണ്ടാവും? 3 റൂട്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ 3 സൊല്യൂഷൻസ് ഉണ്ടാവും ക്യൂബിക് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് ലീനിയറും അതുപോലെ ക്വാഡ്രാറ്റിക്കും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഡിഗ്രി ഓഫ് ഇക്വേഷൻ നമ്മൾ കണ്ടു. അതിനനുസരിച്ച് ഇക്വേഷൻസിനെ നമ്മൾ
മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഈ 3 ഇക്വേഷനും എത്ര തരത്തിൽ അല്ലെ എത്ര നമ്പർ ഓഫ് റൂട്ട്സ് അല്ലെങ്കിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോ 4x + 3 = 0. ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട്? എത്ര വേരിയബിൾ ഉണ്ട്? ഒരു വേരിയബിൾ. ഏതാ? എക്സ്. അപ്പൊ ഇതൊരു 1 വേരിയബിൾ ഇക്വേഷൻ ആണ്. 1 വേരിയബിൾ ഇക്വേഷൻ ആണ്. 1 വേരിയബിൾ ഇക്വേഷൻ ആണ്. എക്സ് മാത്രമാണ് ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത്. ഇവിടെയോ 4x² + 3x + 2 = 0. ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ടോ? ഇതിൽ വേരിയബിൾ ഏതാ? ഒരു വേരിയബിളേ ഉള്ളൂ. ഇവിടെയും എക്സ് മാത്രമേ വേരിയബിൾ ആയിട്ട് ഉള്ളൂ. ഇതിലും ഒരു വേരിയബിളേ ഉള്ളൂ. വേരിയബിൾ ഉള്ള ടേംസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എക്സ് ആണ്. ഇതും x² എക്സിന്റെ തന്നെ ഒരു വേരിയന്റ് ആണ്. അപ്പം ഇതിലും ഇത് ഒരു 1 വേരിയബിൾ ഇക്വേഷൻ ആണ്. ഇനി ഞാൻ ഒരു ഇക്വേഷൻ എഴുതാം. 4x² + 3y + 6 = 0. ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാ? 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പൊ ഇതിനെ നമ്മൾ 2 വേരിയബിൾ ഇക്വേഷൻ എന്ന് വിളിക്കും. 2 വേരിയബിൾ ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ, എക്സും വൈയും ഉണ്ട്, 2 വേരിയബിൾ. അതുപോലെ നമുക്ക് 3 വേരിയബിൾ ഇക്വേഷൻ ഉണ്ടാവാം. അതിന് മേളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ മൾട്ടി വേരിയബിൾ ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്. 3+3 വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ അതിനെ മൾട്ടി വേരിയബിൾ ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എക്സാമിന് ചിലപ്പോ ഇങ്ങനെ എക്സും വൈയും 3xy എന്നൊക്കെ കാണുമ്പോൾ പേടിക്കരുത്. അങ്ങനെയും ഇക്വേഷൻസ് ഉണ്ട്. അത് പറയാനായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇനി എങ്ങാനും വല്ല ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ അത് കണ്ടിട്ട് പേടിക്കണ്ടെന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് 1 വേരിയബിൾ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്, മൾട്ടി വേരിയബിൾ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. Simultaneous equations. എന്താ simultaneous equations? എന്താ simultaneous equations? Two or more equations. വേരിയബിൾ ഇക്വേഷൻ അല്ല. 2 ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും റൂട്ട് സെയിം ആയിരിക്കും. 2 വേരിയബിൾ ഇക്വേഷൻ ആവാം, 1 വേരിയബിളും ആവാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന 2 വേരിയബിൾ ആണ്. അപ്പോ ഇവയുടെ രണ്ടിന്റെയും റൂട്ട്സ് സെയിം ആയിരിക്കും. 2 ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ എപ്പോഴും സെയിം ആണെങ്കിൽ അവയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന്. സൈമൾട്ടേനിയസ്ലി അവയെ സോൾവ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെ ചെയ്ത് കാണിക്കാം. 4x + 2y = 22. അതുപോലെ തന്നെ 9x - 3y = 12. ഇവ രണ്ടും സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എക്സിനും വൈക്കും വാല്യൂ തന്നിട്ടുണ്ട്. x = 3ഉം y = 5ഉം ആണെന്ന് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയാണോ? എന്താണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാവും. അതായത് എക്സിന് ഞാൻ ഈ 2 ഇക്വേഷനിലും എക്സിന് ഞാൻ 5ഉം എക്സിന് 3ഉം വൈക്ക് 5ഉം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. നിങ്ങളും ചെയ്ത് നോക്കിയോ. അപ്പൊ 4 ആദ്യത്തെ ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ വട്ടത്തിനകത്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷന്റെ അകത്ത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ്, ഇതാട്ടോ ഇംപ്ലൈസിന്റെ സിമ്പൽ, ഇംപ്ലൈസ് 1 ഇംപ്ലൈസ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു, പ്ലസ് 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് നമ്മൾ 5 ഇട്ട് കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 22. അപ്പൊ 4 × 3 ചെയ്താൽ നമുക്ക് 12 കിട്ടും. പ്ലസ് 5 × 2 10, 5 × 2 10. 12 + 10 ചെയ്താൽ എത്ര കിട്ടും? 22 കിട്ടും. അപ്പൊ എക്സിന് 3ഉം വൈക്ക് 5ഉം ഇട്ട് കൊടുത്തപ്പോ നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇതേ വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇതേ വാല്യൂസ് തന്നെ ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 9 × 3 - 3 × 5 എന്ന് കിട്ടും. 9 × 3 എത്രയാ?
27 ആണ്. മൈനസ് 5 into 3 15. 27 minus 15 ചെയ്താൽ എത്ര കിട്ടും? 27 minus 15 12 കിട്ടും. ഇപ്പൊ മനസ്സിലായോ? അതായത് ഈ സെയിം സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവരെ രണ്ടുപേരെയും സോൾവ് ചെയ്യാൻ പറ്റി. ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്യാൻ നമുക്ക് സെയിം സൊല്യൂഷൻ, സെയിം റൂട്ട്സ് ഉപയോഗിക്കാനായിട്ട് പറ്റി. അങ്ങനെ സെയിം റൂട്ട്സ് വരുന്ന ഇക്വേഷൻസിനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവയെ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്കിനി പഠിക്കാം. ഇത് മനസ്സിലായോ? മനസ്സിലായി. രണ്ടോ അതിലധികമോ ഇക്വേഷൻസ് വരാം. രണ്ട് ഇക്വേഷൻ മാത്രം ആവണമെന്നില്ല, 3 or 4 ഇക്വേഷൻ വന്നാലും സൈമൾട്ടേനിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരേ എക്സും ഒരേ വൈയും, അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇവയിലെല്ലാം സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ക്രിസ്റ്റീന മനസ്സിലായോ? പോവാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആണ് സൈമൾട്ടേനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സിമ്പിൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആണ് ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത്. സിമ്പിൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. സിമ്പിൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. പ്രണവ ഇതൊക്കെ എഴുതിയെടുക്കണേ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. സിമ്പിൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. അപ്പോ ഒരു എക്സാമ്പിൾ അവിടെ ഇല്ലസ്ട്രേഷൻ 1 നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മളോട് തന്നിട്ടുണ്ട് ഫ്രം ദി ഫോളോയിങ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രണവ എഴുതിക്കോ. ഫ്രം ദി ഫോളോയിങ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഇക്വേഷൻസ് ഇതാണ്. 4x പ്ലസ് 8y ഈക്വൽ ടു 20. അടുത്ത ഇക്വേഷൻ 10x പ്ലസ് 12y ഈക്വൽ ടു 26. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇതിനെ എങ്ങനെയാണ് നമ്മള്, ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഒരു 10 മിനിറ്റും കൂടെ ഇതിലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷൻസ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. അപ്പൊ നമ്മൾ എഴുതുന്നു ഇക്വേഷൻ 4x പ്ലസ് 8y ഈക്വൽ ടു 20 ആണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിനെ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. 4x പ്ലസ് 8y ഈക്വൽ ടു 20 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിനെ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1. ഇതിന്റെ താഴെ അടുത്ത ഇക്വേഷനെ കൊണ്ട് എഴുതി വെക്കാം. 10x പ്ലസ് 12y ഈക്വൽ ടു 26 എന്ന് എഴുതി രണ്ടാമത്തെ ഇക്വേഷന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുക, നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ ഇതില് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഒന്നെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈയെ എലിമിനേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ വൈയെ എലിമിനേറ്റ് ചെയ്യുന്ന രീതി കാണിക്കാം, അത് കഴിഞ്ഞ് എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. രണ്ടും ഒരേ രീതി തന്നെയാ. നിങ്ങൾക്ക് ഏതാണോ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് വൈയെ എലിമിനേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് തന്നിരിക്കുന്നത്. വൈയുടെ നോക്കാം. വൈയുടെ ആദ്യത്തെ ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാ? 8. രണ്ടാമത്തെ ഇക്വേഷനിൽ 12. അപ്പൊ നമ്മൾ നോക്കണം, ഈ 8ഉം 12ഉം ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇവയെ രണ്ടിനെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആക്കാൻ പറ്റുമോ? അപ്പൊ ആലോചിച്ച് നോക്കുക. 8 into 2 ചെയ്താൽ 16 കിട്ടും, 12 into 2 ചെയ്താൽ 24 കിട്ടും. ശരിയാവില്ല. 8 into 3 ചെയ്താലോ 24 കിട്ടും. 12 into 3 ചെയ്താൽ 36 കിട്ടും. അവിടെയും കിട്ടിയില്ല. 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഒരേപോലെ വരുന്ന ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അത് ആലോചിച്ച് കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ 8നെ നമ്മള് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര കിട്ടും?
24. 24 കിട്ടും. 12നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 24 കിട്ടും. അപ്പോ ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8നെയും 12നെയും മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഇക്വേഷനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു ഇക്വേഷനെ മൊത്തം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. 1 into, അതായത് ഇക്വേഷൻ നമ്പർ 1 into 3 implies 3 into 4x plus 8y equal to 20, which is equal to, ഇനി ഈ 3നെ ഞാൻ ഓരോരുത്തർക്കും അകത്തേക്ക് കൊടുക്കാൻ പോവാണ്. 3നെ ഞാൻ ഈ 3 പേർക്കും അകത്തേക്ക് കൊടുക്കും. അപ്പൊ 4 into 3 12, 12x plus 8 into 3 24y equal to 20 into 3 60. So ഇക്വേഷൻ നമ്പർ 1 ഇതായിട്ട് മാറി. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 12x plus 24y equal to 60 ആണ്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? മനസ്സിലായോ? അൽക്ക, അൽവിറ്റ മനസ്സിലായി. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 into 2 implies 2 into 10x plus 12y equal to 26. 2നെ ഞാൻ ഓരോരുത്തർക്കും അകത്തേക്ക് കൊടുക്കുകയാണ്. 10 into 2 20x plus 12 into 2 24y equal to 26 into 2 എത്രയാ? 52. അപ്പോ ഇക്വേഷൻ നമ്പർ 2 പുതിയതായിട്ട് കിട്ടി. ഇനി നമ്മൾ ഇവരെ തമ്മിൽ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 കോഎഫിഷ്യന്റ്, അതായത് വേരിയബിൾ സെയിം ഉള്ളവ തമ്മിൽ മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. 12x minus 20x എത്ര കിട്ടും? 12x minus 20x minus 8x plus 24 minus 24 എത്രയാ? 0. അപ്പൊ വൈയുടെ ടേം അവിടെ എലിമിനേറ്റ് ആയി പോയി. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ രണ്ടും 24 ആക്കിയത്. അപ്പോ minus 8x equal to 60 minus 52 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഇതിന് ഞാൻ ഇനി മുകളിൽ എഴുതാം. ഇതിന് നമുക്ക് എന്ത് കിട്ടി? minus 8x equal to 8 എന്ന് കിട്ടി. minus 8x equal to 8. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനെ ഈക്വൽ സൈന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഇതിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ -8 വിച്ച് ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. മനസ്സിലായോ? എക്സ് -1 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ ആൻസർ കൊണ്ട് ഈ രണ്ട് ഇക്വേഷനിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സിനെ put x equal to -1 in equation number 1. Put x equal to -1 in equation number 1. അപ്പൊ എത്ര കിട്ടും നോക്കാം. Yep. 4 into -1 plus 8y equal to 20. അപ്പം 4 into -1 എന്ന് പറയുമ്പോൾ -4 ആവും. -4 plus 8y equal to 20. ഈ -4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ഒരു വേരിയബിളിനെ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് അതിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ 8y അവിടെ നിർത്തിയിട്ട് -4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് +4 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 8y equal to 20 plus 4 എന്ന് കിട്ടും. 8y equal to 24. y equal to 24 by 8 equal to 3. അപ്പൊ നമുക്ക് x equal to -1 എന്നും y equal to 3 എന്നും ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്.
സിമ്പിൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. എക്സിന് -1 ഉം വൈക്ക് 3 ഉം ഈ രണ്ട് ഇക്വേഷനിലും, ഇക്വേഷൻ നമ്പർ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യും. 20ഉം 26ഉം ആൻസർ കിട്ടും. ഇനി ഇത് എക്സ് ഉപയോഗിച്ച്, അതായത് നമ്മൾ വൈനെ ഇപ്പൊ നമ്മൾ വൈനെയാണ് എലിമിനേറ്റ് ചെയ്തത് അല്ലെ, ഇവിടെ വൈ ആണ് എലിമിനേറ്റ് ആയി പോയത്. ഇനി എക്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമുക്ക് അടുത്ത മീറ്റിംഗ്, ഇപ്പൊ 2 മിനിറ്റ്സിൽ ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ അടുത്ത മീറ്റിംഗ് ലിങ്ക് അയച്ചു തരാം. അതുകൂടെ നമുക്കിന്ന് പഠിക്കാം. ഓക്കെ ഓക്കെ ആണോ? എഴുതിയെടുത്ത് കഴിഞ്ഞോ? മനസ്സിലായല്ലോ അല്ലെ? ഇത് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മിസ്. അടുത്തതിൽ പറയാം.